ഹേ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു എപ്പിസോഡാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു എപ്പിസോഡ് യൂസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ ഒരു ആക്ഷൻ ക്യാമറ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആക്ഷൻ ക്യാമറയ്ക്ക് ഒരു തേർഡ് പാർട്ടി ബാറ്ററി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും. കാരണം ഞാൻ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് വയ്യയുടെ 4K ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാമറയ്ക്കായിട്ട് ഞാൻ പല വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ തപ്പി നോക്കി. അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചൊരു ബ്രാൻഡാണ് ടെലസിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററി ഞാൻ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ്. അങ്ങനെ ഈ കാണുന്നതാണ് എനിക്ക് കിട്ടിയ പാർസൽ കേട്ടോ. അപ്പോൾ ഇതിലാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ക്യാമറ. അപ്പോൾ വയ്യയുടെ 4K ക്യാമാണ് കണ്ടോ. ഈ ക്യാമറയാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് അത്യാവശ്യം കുറേ സൈറ്റ്സിലും കാര്യങ്ങളിലൊക്കെ നോക്കി ഇതിനുള്ള ബാറ്ററീസ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററീസ് വയ്യയുടെ തന്നെ ഒറിജിനൽ ബാറ്ററിക്ക് ഏകദേശം 4000 രൂപയാണ് കാണിക്കുന്നത് ആമസോണിലൊക്കെ. പക്ഷെ അത്ര നമ്മൾ കൊടുത്ത് വാങ്ങുന്നത് മണ്ടത്തരമാണ്. കാരണം ഒരു ബാറ്ററി മാത്രമേ കിട്ടുള്ളൂ 4000 രൂപയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തേർഡ് പാർട്ടി ബാറ്ററിയാണ് ആശ്രയിച്ചത്. ഞാൻ വാങ്ങിയത് ടെലസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു റിവ്യൂസ് തന്നെയാണ് ഈ ഒരു ബാറ്ററിക്ക് കൊടുക്കുന്നത്. അതല്ലാതെയും വേറെ പല ബാറ്ററീസ് നമുക്ക് കാണുന്നുണ്ട് വേറെ കമ്പനീസ്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് നല്ലതല്ല, നമ്മുടെ ക്യാമറയുടെ ലൈഫിനും അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെലസിനിലേക്ക് തന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ടെലസിൻ്റെ ഇത് കാണുമെങ്കിലും അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, അതിലൊന്നും സ്റ്റോക്കും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവരൊന്നും ഇപ്പോൾ ഈ ഒരു ടെലസിൻ്റെ ബാറ്ററീസ് വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ നോക്കി, ഒരു 10 ദിവസമെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയി നോക്കിയിട്ടുണ്ടാവും, അതിൽ വരുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഓർഡർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വെബ്സൈറ്റ് നോക്കി. അതിൽ സാധനം ഉണ്ട്, പക്ഷെ നല്ല റേറ്റാണ് കാണിക്കുന്നത്. അതിന് 1500 രൂപ കാണിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ actioncams.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് വാങ്ങിയത്. ഞാനിത് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഈ ആക്ഷൻ ക്യാംസ് എന്നാണ് ഇവരുടെ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേര് ആക്ഷൻ ക്യാംസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഗൂഗിളിൽ പോയിട്ട് actioncams.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയ്യ ക്യാം ആണെന്നുണ്ടെങ്കിൽ, വയ്യയുടെ 4K ആണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇതന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് വെറും 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. പ്ലസ് ഇവിടെ ആയിട്ട് ഒരു 1050 രൂപ എന്ന് കാണിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഷിപ്പിംഗ് കോസ്റ്റ് ആണ് കേട്ടോ. ഒരു 50 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നത് ഈ ഒരു സൈറ്റിൽ നിന്നാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി. പിന്നെ എനിക്ക് ഏകദേശം 3 ദിവസം കൊണ്ട് തന്നെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട്. ചെറിയ ബാറ്ററിയാണ്, പക്ഷേ കണ്ടോ അവർ എത്ര വലിയ പാക്കിങ്ങാണ് തന്നിരിക്കുന്നത് കണ്ടോ. എന്തായാലും ഇത്ര വലിയ പാക്കിങ്ങിൽ നമുക്ക് കിട്ടുന്നത് നല്ല തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സാവുണ്ടെന്ന് കൊണ്ടാണ് അവർ ഇത്രയും വലിയ ഒരു കവറിലായിട്ട് തരുന്നത്. അപ്പോൾ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമുക്ക് കിട്ടുന്ന ബാറ്ററി. പിന്നെ അതിനുള്ളിൽ വേറെ പാക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ മാത്രമാണ് ബാറ്ററി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഒരു ബില്ലുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവർ തരുന്ന ബില്ല്. ബില്ലിൽ ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1000 രൂപ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് ഷിപ്പിംഗ് കോസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് മാത്രമാണ് 1000 രൂപ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബാറ്ററി, ഇതാണ് ബാറ്ററി കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം YI 4K എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. YI 4Kയുടെ ബാറ്ററിയാണ്. പിന്നെ 1400 mAh ആണ് ബാറ്ററി. അപ്പോൾ നിങ്ങളുടെ YI ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഇപ്പോൾ YIക്ക് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ബാറ്ററീസ് ഉണ്ട്. ഏതൊരു ആക്ഷൻ ക്യാമറയ്ക്കുള്ള ബാറ്ററീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഒന്ന് ഇട്ട് നോക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാറ്ററിയും നമ്മുടെ YIയുടെ ഒറിജിനൽ ബാറ്ററിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കണ്ടോ, അതെല്ലാം സെയിം ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ കറക്റ്റ് സെയിം ഇത് തന്നെയാണ് കാണുന്നതൊക്കെ. പിന്നെ ഇവിടെ മറ്റേ എന്താ പറയുക, ഒരു സ്ട്രാപ്പൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാം, പുറത്തോട്ട് വലിക്കാൻ. അതെല്ലാം സെയിം സൈസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്നും വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്തായാലും ഇതിലോട്ടൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ട് കേട്ടോ സാധനം ഉള്ളിലോട്ട് കയറ്റുമ്പോൾ. പക്ഷേ കുഴപ്പമില്ല, ഇരുന്നു. നമുക്കൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. ഓണാവുണ്ട്, ഒരു പ്രശ്നമില്ല കേട്ടോ. സംഭവം ഓണാവലും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് കണ്ടോ. ബാറ്ററിയും വന്നു. ബാറ്ററി ഏകദേശം നമുക്കൊരു 60% 70% കയറ്റിയിട്ടാണ് തരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം, എന്നിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സംഭവം വർക്കിംഗ് ആണ്, വർക്കിംഗ് ഫൈൻ. അപ്പോൾ ഒരു 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊള്ളാവുന്ന നല്ല തരക്കേടില്ലാത്തൊരു ബാറ്ററി തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ചീപ്പ് റേറ്റിനായിട്ടാണ് ഒരു ബാറ്ററി വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടെലസിനിലോട്ട് പോകാം കേട്ടോ. കാരണം ഭയങ്കര ചീപ്പാണ്. 1000 രൂപീസിന് എന്ന് പറയുമ്പോൾ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ആപ്പ സാധനമൊന്നും അല്ല ടെലസിൻ്റെ.
അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള നല്ലൊരു സാധനം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും ഒരു 1-2 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചായിട്ട് അങ്ങോട്ട് കുറച്ച് ലോങ് ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ട് കാര്യമില്ല, ഒരു 2 ബാറ്ററി എങ്കിലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സഡനായിട്ട് വാങ്ങി കേട്ടോ. ഏകദേശം 3 ദിവസം കൊണ്ടുതന്നെ എനിക്ക് സാധനം എത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് എല്ലാം ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയറി വാങ്ങിച്ചോളാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.